ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും R&B മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബഡ്ജീസ് മ്യൂട്ടേഷൻ്റെ സീരീസിലെ മൂന്നാമത്തെ വീഡിയോയാണ്. നമ്മളിൽ മിക്കവരുടെയും കയ്യിലുള്ള ഒരു കോമൺ മ്യൂട്ടേഷനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഓപ്ലൈൻ ബഡ്ജീസ്. മിക്കവാറും പേർക്കും ഓപ്ലൈൻ ബഡ്ജീസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ച് അറിയാമെങ്കിലും ഭൂരിഭാഗം പേർക്കും നോർമൽ, ഓപ്ലൈൻ ആൻഡ് സ്പാങ്കിൾ എന്നീ മ്യൂട്ടേഷൻ തമ്മിൽ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ ഓപ്ലൈൻ മ്യൂട്ടേഷനെ മനസ്സിലാക്കാനുള്ള ചില വഴികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഓപ്ലൈൻ ബഡ്ജീസ് എന്ന് പറയുന്നത് പല കളറിലും ഉണ്ടാവും. നമ്മുടെ മ്യൂട്ടേഷൻ്റെ ആദ്യത്തെ വീഡിയോയിൽ കളർ ആൻഡ് വെറൈറ്റി മ്യൂട്ടേഷനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ ഓപ്ലൈൻ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി മ്യൂട്ടേഷനാണ്. ഈ മ്യൂട്ടേഷനിൽ കൂടുതലായിട്ടും ബേഡ്സ് കണ്ടുവരുന്നത് ലൈറ്റ് സ്കൈ ബ്ലൂവും പിന്നെ ലൈറ്റ് ഗ്രീൻ കളറുകളിലുമാണ്. അപ്പോൾ നമുക്ക് ഓപ്ലൈൻ ബേഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഓപ്ലൈൻ ബേഡിനെ നോർമൽ ബേഡിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒന്നാമത്തെ അടയാളമാണ് അതിൻ്റെ മുതുകിലെ കറുത്ത വരകൾ. ഈ വരകൾ ഇല്ലാതിരിക്കുകയോ വളരെ മങ്ങിയിരിക്കുകയോ ചെയ്യുക എന്നതാണ് ഒരു ഓപ്ലൈൻ ബേഡിൻ്റെ പ്രത്യേകത. നിങ്ങളിപ്പോൾ ഈ ഇടതുവശത്ത് കാണുന്നത് ഒരു നോർമൽ ബഡ്ജിയാണ്. അതിൻ്റെ മുതുകിലും പുറംഭാഗം മാൻഡിൽ എന്ന് പറയുന്ന ഭാഗത്തും നല്ല കറുത്ത മാർക്കിങ്സ് ഉണ്ട്. എന്നാൽ വലതുവശത്ത് കാണുന്ന ബേഡ് ഒരു ഓപ്ലൈൻ ബേഡാണ്. ഇതിൻ്റെ മാർക്കിങ്സ് മാഞ്ഞു പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ അടയാളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിങ്സിൻ്റെ പ്രത്യേകതയാണ്. സാധാരണ ബഡ്ജീസിൻ്റെ വിങ്സിലുള്ള തൂവലുകളുടെ ഒരു അരികു ഭാഗം ഉണ്ടല്ലോ, എഡ്ജ്, അത് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുക. അതായത് ആ ബേഡിൻ്റെ ബേസ് കളർ. ഈ ബേസ് കളർ യെല്ലോയും വൈറ്റും ആണെന്ന് മുൻപത്തെ മ്യൂട്ടേഷൻ വീഡിയോയിൽ നമ്മൾ കണ്ടതാണല്ലോ. എന്നാൽ ഓപ്ലൈൻ ബഡ്ജീസിൻ്റെ വിങ്ങിൻ്റെ തൂവലുകളുടെ അവസാനം, അതായത് എഡ്ജ്, ആ ബേഡിൻ്റെ ബോഡി കളർ ഏതാണോ അതേ കളറായിരിക്കും. അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നീല കളർ ബോഡിയുള്ള ബേഡിൻ്റെ തുവലിൻ്റെ എഡ്ജ് നീല കളറിലും ഗ്രീൻ കളർ ബോഡിയുള്ള ബേഡിന് തുവലിൻ്റെ എഡ്ജ് ഗ്രീൻ കളറിലുമാണ് ഉള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഓപ്ലൈൻ ബഡ്ജിയെ നോർമൽ ബഡ്ജീസിൽ നിന്ന് വേർതിരിക്കുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും, അതായത് സിയർ കളറ്, കാലുകളുടെ കളറ്, കണ്ണിൻ്റെ കളറ്, കണ്ണിലെ റിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു നോർമൽ ബഡ്ജിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഓപ്ലൈൻ ബഡ്ജിക്കും. സ്പാങ്കിൾ ബഡ്ജിക്കും ഓപ്ലൈൻ ബഡ്ജിയോട് ചില സാമ്യങ്ങളൊക്കെ തോന്നാം. എന്നാൽ സ്പാങ്കിളിന് ചിറകിലുള്ള കറുത്ത മാർക്കുകൾ മാഞ്ഞു പോയി അരികിൽ മാത്രം ഒരു ചെറിയ കറുത്ത വര, അതായത് പെൻസിൽ കൊണ്ട് ഒരു ടിക്ക് മാർക്ക് ചെയ്തതുപോലെ മാത്രം അവശേഷിക്കുകയുള്ളൂ. അതാണ് സ്പാങ്കിളിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. പിന്നെ ഓപ്ലൈൻ സ്പാങ്കിൾ, റെയിൻബോ സ്പാങ്കിൾ, ഡബിൾ ഫാക്ടർ, സിംഗിൾ ഫാക്ടർ സ്പാങ്കിൾസ്, അതൊക്കെ സ്പാങ്കിളിൻ്റെ ഇനത്തിൽ വരുന്നുണ്ട്. അത് നമുക്ക് സ്പാങ്കിൾ മ്യൂട്ടേഷനെ കുറിച്ചുള്ള വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓപ്ലൈൻ ബഡ്ജീസിനെ എങ്ങനെയാണ് നോർമൽ ആൻഡ് സ്പാങ്കിൾ ബഡ്ജീസിൽ നിന്ന് വേർതിരിച്ചറിയുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. അത് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് ഓപ്ലൈൻ ബഡ്ജീസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കാം. ഈ ഓപ്ലൈൻ ജീൻ എന്ന് പറയുന്നത് ഒരു സെക്സ് ലിങ്ക്ഡ് ജീനാണ്. അതായത് നമുക്കറിയാമല്ലോ, മെയിൽ ബേഡിന് XX എന്നും ഫീമെയിൽ ബേഡിന് XY എന്നുമല്ലേ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ക്രോമസോമിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഈ ഓപ്ലൈൻ ജീന് X ക്രോമസോമിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഓപ്ലൈൻ ജീന് റിസസീവ് ജീനാണ്, അതായത് മറഞ്ഞിരിക്കുന്ന ജീനാണ്. അതുകൊണ്ട് തന്നെ ഒരു മെയിൽ ബേഡിൻ്റെ 2 Xൽ ഒരെണ്ണം ഓപ്ലൈൻ ജീൻ ക്യാരി ചെയ്യുന്നതാണെങ്കിലും മറ്റേത് ഓപ്ലൈൻ അല്ലാത്ത ജീനാണെങ്കിൽ ബേഡ് വിസിബിളി ഓപ്ലൈൻ ആയിരിക്കില്ല. എന്നാൽ ആ ബേഡ് ഓപ്ലൈൻ ജീൻ ക്യാരി ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു മെയിൽ ബേഡിൻ്റെ 2 X ക്രോമസോമുകളും ഓപ്ലൈൻ ജീൻ ക്യാരി ചെയ്യുന്ന ക്രോമസോമുകൾ ആണെങ്കിലേ ആ ബേഡ് വിസിബിളി ഓപ്ലൈൻ ആയിരിക്കുകയുള്ളൂ. എന്നാൽ നമുക്കറിയാം, ഒരു ഫീമെയിൽ ബേഡിന് ഒരു X ക്രോമസോം മാത്രമേ ഉള്ളൂ, പിന്നെയുള്ളതൊരു Y ആണ്. അപ്പോൾ അതുകൊണ്ട് ആ X ക്രോമസോമിൽ ഓപ്ലൈൻ ജീൻ ഉണ്ടെങ്കിൽ ആ ബേഡ് വിസിബിളി ഓപ്ലൈൻ ആയിരിക്കും 100%. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഓപ്ലൈൻ മെയിലിനെയും വേറെ ഏതെങ്കിലും മ്യൂട്ടേഷനിൽപ്പെട്ട ഒരു ഫീമെയിലിനെയും, അതിൻ്റെ അകത്ത് ഓപ്ലൈൻ ജീൻ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയുള്ളൊരു ഫീമെയിലിനെയും തമ്മിൽ ബ്രീഡ് ചെയ്യിച്ചാൽ കിട്ടുന്ന റിസൾട്ട് ഏതാണ്ട് ഈ കാണുന്ന വിധമായിരിക്കും.
ഇതിൽ റെഡ് കളറിൽ ഞാൻ ഇട്ടിരിക്കുന്ന എക്സ് ഓപ്ലൈൻ ജീൻ ഉള്ള എക്സും ബ്ലാക്ക് കളറിലുള്ള എക്സ് ഓപ്ലൈൻ ജീൻ ഇല്ലാത്ത എക്സുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ചിക്സിൽ 50% ബേഡ്സും ഓപ്ലൈൻ ബേഡ്സ് ആയിരിക്കും. ബാക്കി 50% ഓപ്ലൈൻ ജീൻ ക്യാരി ചെയ്യുന്ന ബേഡ്സ് ആയിരിക്കും. അതായത് ആ ബേഡ്സിൻ്റെ നെക്സ്റ്റ് ജനറേഷനിൽ ചിലപ്പോൾ നമുക്ക് ഓപ്ലൈൻ ബേഡ്സിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൽ മറഞ്ഞിരിക്കുന്ന വേറൊരു സീക്രട്ട് ഉണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയോ? ഉണ്ടാവാൻ വഴിയില്ല. ഈ ചിക്സ് നെസ്റ്റ് ഔട്ട് ആകാറാകുമ്പോഴേ, അതായത് അതിന് തൂവലുകളൊക്കെ വന്നു കഴിയുമ്പോഴേ ചില ബ്രീഡർമാർക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മെയിലാണോ ഫീമെയിലാണോ എന്ന്. ഈ രഹസ്യമാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് വീണ്ടും എടുക്കാം. ഓപ്ലൈൻ മെയിൽ ആൻഡ് നോൺ ഓപ്ലൈൻ ഫീമെയിൽ. ഇവിടെ നമ്മൾ കണ്ടതുപോലെ മെയിലിൻ്റെ 2 എക്സും ഓപ്ലൈനാണ്, ഫീമെയിലിൻ്റെ എക്സ് നോൺ ഓപ്ലൈൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഈ പനറ്റ് സ്ക്വയറിൻ്റെ വലതുവശത്ത് കാണുന്ന 2 സ്ക്വയറുകളിലുള്ള ചിക്സ് ഫീമെയിൽ ആയിരിക്കുമല്ലോ. കാരണം എക്സ് വൈ ആണ് ഇതിൻ്റെ പാറ്റേൺ ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്ന 2 ബോക്സിലും ഉള്ള എക്സുകൾ റെഡ് കളറാണ്, അതായത് ഓപ്ലൈൻ ക്യാരി ചെയ്യുന്ന എക്സ് ആണ്. പിന്നെ അവിടെ ഒരു എക്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആ ബേഡ്സ് വിസിബിളി ഓപ്ലൈൻ ബേഡ്സ് ആയിരിക്കും. അതുകൂടാതെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഈ 2 ബേഡ്സും ഫീമെയിൽ ബേഡ്സ് ആയിരിക്കും. കാരണം ഒരു എക്സും ഒരു വൈയും ക്രോമസോമുകളാണ് ഇവിടെ ഉള്ളത്. ഈ കാര്യം നിങ്ങൾക്ക് വ്യക്തമായോ? ഓക്കെ, ഇനി ഇടതുവശത്തെ 2 സ്ക്വയറുകൾ എടുക്കാം. അത് രണ്ടും എക്സ് പാറ്റേൺ ആണല്ലോ, അതായത് മെയിൽ ബേഡ്സ് ആണല്ലോ. യെസ്, ബട്ട് അത് വിസിബിൾ ഓപ്ലൈൻ ബേഡ്സ് ആയിരിക്കുമോ? ഇല്ല. കാരണം അതിൽ ഒരു എക്സിന് മാത്രമേ റെഡ് കളറുള്ളൂ, അതായത് ഒരു എക്സിൽ മാത്രമേ ഓപ്ലൈൻ ജീൻ ഉള്ളൂ. ആ ജീന് റെസസീവ് ആയതുകൊണ്ട് മറ്റേ എക്സ് ഏത് പാറ്റേണിലുള്ളതാണോ അതേ മ്യൂട്ടേഷനിൽപ്പെട്ട ബേഡായിട്ടായിരിക്കും നമുക്ക് ഈ ബേഡിനെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഒരു ഓപ്ലൈൻ ജീൻ മാത്രം ക്യാരി ചെയ്യുന്ന ഈ 2 വിസിബിളി നോൺ ഓപ്ലൈൻ ആയിട്ടുള്ള ബേഡ്സും മെയിൽ ബേഡ്സ് ആയിരിക്കും. അതായത് പേരൻസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും ഈ ചിക്സിന്. അപ്പോൾ ഈ ജെനറ്റിക്സ് പൊളിയല്ലേ? ഇനി ഇതിനൊരു മാറ്റം വരുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് നോക്കാം. ഫീമെയിൽ ഓപ്പലൈന്, മെയിൽ ഓപ്പലൈൻ ജീൻ കാരിയർ, അതായത് ഒരു എക്സ് മാത്രം ഓപ്പലൈനുള്ള നോൺ വിസിബിൾ ആയിട്ടുള്ള ഓപ്പലൈൻ മെയിൽ. ഇവിടെ നമുക്ക് വിസിബിൾ മെയിൽ ഓപ്ലൈൻ ബേഡ്സ് 25% കിട്ടും. അതുപോലെ വിസിബിൾ ഫീമെയിൽ ഓപ്ലൈൻ ബേഡ്സ് 25% കിട്ടും. മെയിൽ നോൺ ഓപ്പലൈൻ ബേഡ്സ് ബട്ട് ഓപ്പലൈൻ ജീൻ ക്യാരി ചെയ്യുന്ന മെയിൽ ബേഡ്സ് നമുക്ക് 25% കിട്ടും. എന്നാൽ ബാക്കിയുള്ള 25% ഫീമെയിൽ ബേഡ്സ് നോൺ ഓപ്പലൈൻ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഓപ്പലൈൻ ജീൻ ഉണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇറങ്ങുന്ന ചിക്സിൽ നിന്ന് ഏതാണ് മെയിൽ ഏതാണ് ഫീമെയിൽ എന്ന് പാറ്റേൺ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെയാണ് ബ്രീഡർമാർക്ക് പേരൻസിൻ്റെ ജിനോടൈപ്പ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ചിക്സിന് തൂവൽ വന്ന ഉടനെ തന്നെ മെയിലാണോ ഫീമെയിലാണോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന വസ്തുത തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രസകരമായ ജെനറ്റിക്സ് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മ്യൂട്ടേഷൻ്റെ വീഡിയോസ് ഒരെണ്ണം പോലും വിടാതെ നിങ്ങൾ കാണുക. വീഡിയോസ് അവസാനം വരെ കണ്ടവർക്ക് മാത്രമായിട്ട് ഞാനൊരു ഹോംവർക്ക് തരാം. ഫീമെയിൽ ഓപ്ലൈൻ ആൻഡ് മെയിൽ നോൺ ഓപ്ലൈൻ, ഇതിൻ്റെ ഉത്തരം, അതായത് എത്ര ശതമാനം വിസിബിൾ മെയിൽ ഓപ്ലൈൻ ആയിരിക്കും, എത്ര ശതമാനം മെയിൽ നോൺ ഓപ്പലൈൻ ആയിരിക്കും, എത്ര ശതമാനം മെയിൽ ഓപ്പലൈൻ ക്യാരി ചെയ്യുന്ന മെയിൽസ് ആയിരിക്കും, അതുപോലെ തന്നെ എത്ര ശതമാനം ഫീമെയിൽ ഓപ്പലൈൻ ആയിരിക്കും, എത്ര ശതമാനം ഫീമെയിൽ ഓപ്പലൈൻ ജീൻ ക്യാരി ചെയ്യുന്ന ഫീമെയിൽ ആയിരിക്കും, എത്ര ശതമാനം ഫീമെയിൽ നോൺ ഓപ്പലൈൻ ആയിരിക്കും. ഇതിൻ്റെ ഉത്തരം ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പാറ്റേണിൽ തന്നെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ശരി ഉത്തരം നൽകുന്നവരുടെ പേരുകൾ ഞാൻ അടുത്ത മ്യൂട്ടേഷൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും വിത്ത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി ആൻസർ. അപ്പോൾ ഇതുപോലുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഹോംവർക്ക്സ് നമ്മുടെ മ്യൂട്ടേഷൻ വീഡിയോസിൽ ഇനി മുതൽ വരുന്നതായിരിക്കും. ഇതിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ട് ഭാവിയിൽ ചിലപ്പോൾ ഗിവ് അവേ ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.
അപ്പോൾ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങിയല്ലേ? ആദ്യം കറക്റ്റ് ആൻസർ പറയുന്ന ഒരാളുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റെഡി, ഗെറ്റ് സെറ്റ്, ഗോ. വീണ്ടും പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.